തെക്കനെയും മൂർഖനെയും കണ്ടാൽ ആദ്യം തെക്കനെയാണ് അടിച്ചു കൊല്ലേണ്ടത് എന്ന് പറയുന്ന ഒരു ജനറലൈസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ UAE GCC രാജ്യങ്ങളിലൊക്കെ പറയാറുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ജില്ലയിലും മോശമായിട്ടുള്ള ആൾക്കാരുണ്ടാകും, നല്ല ആൾക്കാരുണ്ടാകും. അത് എന്തുകൊണ്ടാണ് ഈ തെക്കനെ ഈ കണ്ടാൽ അടിച്ചു കൊല്ലണം എന്ന് പറയുന്നത്? അതിൽ എസ്പെഷ്യലി കൊല്ലം ജില്ലയിലുള്ള ആൾക്കാരെക്കുറിച്ചാണ് പറയാറുള്ളത്. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്, ആലപ്പുഴയുണ്ട്, പത്തനംതിട്ടയുണ്ട്. ഈ ജില്ലയിൽ നിന്നുള്ള പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ മോശം ജനറലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊല്ലം ജില്ലക്കാരെയാണ്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ വരുന്ന പല കേസുകൾ, സാമ്പത്തികപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ മലബാറിൽ നിന്നുള്ള, ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങി കണ്ണൂർ ജില്ലയിലടക്കമുള്ള ആൾക്കാരാണ്. അതെന്തുകൊണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അവരാണ് ഏറ്റവും കൂടുതൽ UAE അടക്കമുള്ള GCC രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അവരാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അങ്ങനെയുള്ള കേസുകളിൽ പെടാറുണ്ട്. ഇനി എന്തുകൊണ്ടാണ് തെക്കൻ കേരളത്തിൽ ഈ കൊല്ലം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള UAE തുടങ്ങിയിട്ടുള്ള ഈ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? സ്വാഭാവികമായിട്ട് എല്ലാവരും പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ തെക്ക് നിന്നുള്ള ഈ ജില്ലകളിൽ, കൊല്ലം ജില്ലയിൽ നിന്നുള്ള പ്രവാസികളിൽ പ്രശ്നങ്ങളിൽ കുടുങ്ങിയിട്ടുള്ളത് ഈ ജില്ലക്കാരാണ്. അത് പണ്ട് മുതലേ ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ ഒരു രീതി ഇവിടെ ഉണ്ടായി വന്നതായിരിക്കാം. പക്ഷേ നമ്മളെല്ലാവരും മലയാളികളാണ്, നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാണ്. ഒരു ജില്ലയുടെ പേരിലും നമ്മൾ ഏത് സ്ഥലത്ത് ജനിച്ചോ ഏത് സ്ഥലത്ത് നിൽക്കുന്നോ എന്ന് നോക്കിയിട്ട് നമ്മളൊരു വിവേചനവും കാണിക്കാൻ പാടുള്ളതല്ല. തെക്കനെയോ അല്ലെങ്കിൽ മൂർഖനെയോ ആരെയും കൊല്ലാൻ പോകണ്ട. ഒരു നല്ല സന്ദേശമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി.